വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ? എന്താണ് ക്യാഷ് ഫ്ലോ? പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഈ പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നത് നമുക്ക് പല രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം എന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പണം കൊണ്ടുവരാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും സാലറി കിട്ടുന്നുണ്ടാവും. ജോബ് ചെയ്താൽ സാലറി കിട്ടും. അപ്പോൾ ഈ ജോബിലൂടെ കിട്ടുന്ന പൈസ, സാലറി, അതിനെ നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയും. കാരണം അത് നമ്മൾ പണിയെടുത്താൽ മാത്രം കിട്ടുന്ന പൈസയാണ്. പക്ഷേ പാസീവ് ഇൻകത്തിലൂടെ കിട്ടുന്ന പൈസയാണ് ശരിക്കും സ്മാർട്ടായിട്ടുള്ള പീപ്പിൾസ് ചിന്തിക്കുന്ന പണം. സ്മാർട്ടായിട്ടുള്ളവർ പാസീവ് ഇൻകത്തിലൂടെ ക്യാഷ് ഫ്ലോ കൂട്ടാൻ ശ്രമിക്കും. കാരണം പാസീവ് ഇൻകത്തിലൂടെ ക്യാഷ് ഫ്ലോ കൂട്ടുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് പൈസ ലഭിക്കും. നമുക്ക് വേണ്ടി മണി വർക്ക് ചെയ്യുമെന്ന് പറയുമല്ലോ, അതാണ് ഈ പാസീവ് ഇൻകത്തിലൂടെ ഉണ്ടാകുന്നത്. പാസീവ് ഇൻകം എന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയുകയെന്ന് വെച്ചാൽ പണം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് പൈസ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പണിയെടുക്കാണ്ട് നമ്മുടെ റിട്ടയർമെൻറ്റ്സിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പണിയെടുക്കേണ്ടി വരും. എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ, പാസീവ് ഇൻകത്തിലൂടെ ക്യാഷ് ഫ്ലോ കൂട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഷോപ്സ് വാങ്ങിക്കാം. ഷോപ്പ്, അതുപോലെ വീട്, ലോഡ്ജസ്, ഇതൊക്കെ നമുക്ക് റെൻറ്റിന് കൊടുത്താൽ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ്. ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ പലതും ഉണ്ടാകും. മ്യൂച്വൽ ഫണ്ട്സ്, പല കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കോമ്പൗണ്ടിങ്ങിലൂടെ പൈസ കൂട്ടാൻ പറ്റും. അത് ഭാവിയിൽ റിട്ടയർമെൻറ്റ്സ് സമയത്തൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും. പിന്നെ യൂട്യൂബ് ഇൻകം ജനറേറ്റ് ചെയ്യാം. യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ചെയ്തിട്ട് യൂട്യൂബ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇനിയും പല കാര്യങ്ങളുണ്ട് പാസീവ് ഇൻകം കൂട്ടുള്ളത്. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് പല അവസരങ്ങളും കിട്ടും. ഈ പാസീവ് ഇൻകത്തിൽ നമ്മൾ ഒറ്റോട്ടം പൈസ ഇറക്കിയാൽ മതി, പിന്നെ നമുക്ക് മണി ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ അത് നോളജോട് കൂടി മാത്രം ചെയ്യാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. സോ ഇറ്റ് ടേക്സ് ടൈം.